ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മോൾ സ്പീച്ചസ് ആണ്. അതായത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങൾ, അതായത് ഇംഗ്ലീഷ് സെന്റൻസ്. മലയാളം നമുക്ക് പൊതുവെ നന്നായിട്ട് അറിയാം, പക്ഷെ എപ്പോഴെങ്കിലും പറയേണ്ടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റാറില്ല. അപ്പോൾ അതുപോലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ അത്. ഇപ്പോൾ ഒരാളോട് സമയം എന്തായി എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എങ്ങനെ ചോദിക്കും? വാട്ട്സ് ദ ടൈം. ഒന്നുകിൽ വാട്ട്സ് ദ ടൈം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടൈം പ്ലീസ് എന്ന് ചോദിക്കാം. ഇപ്പോൾ എനിക്ക് മമ്മിയോട് സമയം എന്തായി എന്ന് ചോദിക്കണം. അപ്പോൾ എങ്ങനെ ചോദിക്കുക? മമ്മി ടൈം പ്ലീസ്, അല്ലെങ്കിൽ വാട്ട്സ് ദ ടൈം മമ്മി, എങ്ങനെ വേണോ ചോദിക്കാം. അപ്പോൾ ഒന്നാമത്തെ അതാണ്. അടുത്ത രണ്ടാമത്തത്, ഇത് എന്താണ്? ഇതെന്താണെന്ന് നമുക്ക് എങ്ങനെയാ ഇംഗ്ലീഷിൽ ചോദിക്കുക? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? നമുക്ക് എപ്പോഴും ചോദിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? ഇതെന്താ സാധനം? അങ്ങനെയൊക്കെ ചോദിക്കൂലേ? വാട്ട് ഈസ് ദിസ്? ഇനി തുണി വെയിലത്തുണക്കൂ എന്ന് പറയുന്നതിന് ഇംഗ്ലീഷ് എന്താ പറയുക? തുണി വെയിലത്തുണക്കൂ. ഡ്രൈ ദ ക്ലോത്ത്സ് ഇൻ ദ സൺ. ഡ്രൈ ദ ക്ലോത്ത്സ് ഇൻ ദ സൺ. തുണി വെയിലത്തുണക്കൂ. ഇനി അടുത്തൊരു വാക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ദയവായി നിന്റെ ബാഗ് കുറച്ച് നീക്കി വെക്കൂ. ഈ സെന്റൻസ് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യം വരും. നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാൻ പോകുമ്പോൾ ആരുടെയെങ്കിലും ബാഗ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അയാളോട് പറയാണ്, ഈ ബാഗ് ഒന്ന് കുറച്ച് നീക്കി വെക്കാമോ എന്നൊക്കെ ചോദിക്കൂലേ? അപ്പോൾ അതെങ്ങനെയാ ചോദിക്കുക? പ്ലീസ് മൂവ് യുവർ ബാഗ് എ ലിറ്റിൽ. ഈ ബാഗ് കുറച്ച് നീക്കി വെക്കോ എന്നൊക്കെ ചോദിക്കൂലേ? അപ്പോൾ പ്ലീസ് മൂവ് യുവർ ബാഗ് എ ലിറ്റിൽ എന്ന് പറയാം നമുക്ക് ഇംഗ്ലീഷിൽ. പ്ലീസ് മൂവ് യുവർ ബാഗ് എ ലിറ്റിൽ, അല്ലെങ്കിൽ മൂവ് യുവർ ബാഗ് എ ലിറ്റിൽ പ്ലീസ് എന്നും പറയാം നമുക്ക്. ഇനി അടുത്തത്, എനിക്ക് നിന്റെ വിശദീകരണം കേൾക്കണ്ട. നമുക്ക് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ജസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറ്റിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആരെങ്കിലും എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ എന്താണ് പറ്റിയെന്നൊക്കെ പറയാൻ വരുമല്ലോ. അപ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് നിന്റെ വിശദീകരണം ഒന്നും കേൾക്കണ്ട, അല്ലെങ്കിൽ നീ ഒന്നും പറയണ്ട, എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറയില്ലേ? നീ ഒന്നും പറയണ്ട എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിന്റെ വിശദീകരണം കേൾക്കണ്ട എന്നൊരർത്ഥത്തില് എന്താ പറയുക? I don't want to hear your explanation. I don't want to hear your explanation. എനിക്ക് നിന്റെ ഒന്നും കേൾക്കണ്ട, നീ ഒന്നും പറയണ്ട. I don't want to hear your explanation. ഇനി അടുത്തത്, ബുദ്ധിമുട്ടിച്ചതിൽ ദയവായി ക്ഷമിക്കണം എന്നെങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ബുദ്ധിമുട്ടിച്ചതിൽ ദയവായി ക്ഷമിക്കണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ സെന്റൻസ് അതേപോലെ നമ്മൾ പറയില്ല. പക്ഷെ എങ്ങനെയാ, നമുക്ക് ഒരാള് ഒരു ഫേവർ, അതായത് നമുക്ക് ഒരാള് ഒരു കാര്യം ചെയ്തു തന്നു. അയാള് നല്ല ബുദ്ധിമുട്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ടായോ നമുക്ക് വേണ്ടി ചെയ്തു തന്നു ഒരു കാര്യം. അപ്പൊ നമ്മൾ എന്താ പറയാ? ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുക. അതല്ലേ? ബുദ്ധിമുട്ടിച്ചതിൽ ദയവായി ക്ഷമിക്കണം എന്ന രീതിയിൽ എങ്ങനെയാ ചോദിക്കുക? കൈൻഡ്ലി എക്സ്ക്യൂസ് മീ ഫോർ ദ ട്രബിൾ. നമ്മൾ താങ്ക് യു ഓൾറെഡി പറയും, എന്നിട്ട് എന്താ കുറച്ചുകൂടെ ഒരു ഡീപ്പായിട്ട് കൈൻഡ്ലി എക്സ്ക്യൂസ് മീ ഫോർ ദ ട്രബിൾ. ബുദ്ധിമുട്ടായെങ്കിൽ ദയവായി ക്ഷമിക്കണം, അല്ലെ ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയില്ലേ? അതാണ് കൈൻഡ്ലി എക്സ്ക്യൂസ് മീ ഫോർ ദ ട്രബിൾ. ഇനി എന്നെ പറ്റി വിഷമിക്കേണ്ട, എന്റെ കാര്യത്തെ പറ്റി നോക്കി വിഷമിക്കേണ്ട, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയാൻ നമ്മൾ എന്താ പറയാ? ഡോണ്ട് വറി അബൌട്ട് മീ. ഡോണ്ട് വറി അബൌട്ട് മീ, എന്നെ പറ്റി വിഷമിക്കേണ്ട. ഇനി കുറച്ച് സമയം കൂടി ഇരിക്കൂ. ഇപ്പോൾ വെക്കേഷൻ അല്ലേ? അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോഴോ ആരെങ്കിലും പറയുന്നതാണ്, കുറച്ച് സമയം കൂടി ഇരിക്കൂ, നമുക്ക് കളിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഇരിക്കൂ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം എന്നൊക്കെ പറയുന്നതിന് എങ്ങനെയാ പറയാ? പ്ലീസ് സ്റ്റേ എ ലിറ്റിൽ മോർ. കുറച്ച് സമയം കൂടി ഇരിക്കൂ, പ്ലീസ് സ്റ്റേ എ ലിറ്റിൽ മോർ, അല്ലെങ്കിൽ സ്റ്റേ എ ലിറ്റിൽ മോർ പ്ലീസ് എന്നും പറയാം. ഇനി അടുത്ത ഒരു സെന്റൻസ് ആണ്, ഞാൻ നിന്നോട് പിണക്കമാണ്, ഞാൻ മിണ്ടില്ല, ഞാൻ മിണ്ടൂല എന്നൊക്കെ പറയില്ലേ? ഞാൻ പിണങ്ങിയിരിക്കുക, ഞാൻ നിന്നോട് പിണക്കമാണ് എന്നൊക്കെ പറയുന്നതിന് എങ്ങനെയാ പറയാ? ഐ എം ക്രോസ് വിത്ത് യു. ഞാൻ മിണ്ടില്ല, ഞാൻ നിന്നോട് പിണക്കമാണ്, ഐ എം ക്രോസ് വിത്ത് യു. ഇനി അടുത്തത്, എന്നെ തടസ്സപ്പെടുത്തരുത്, അതായത് എന്നെ ശല്യപ്പെടുത്തരുത്. നമ്മൾ പറയുമല്ലോ, ഒന്ന് പോവോ, എന്നെ ശല്യപ്പെടുത്തരുത്, എന്നെ തടസ്സപ്പെടുത്തരുത്. എങ്ങനെ പറയാ? ഡോണ്ട് ഇന്ററപ്റ്റ് മീ. ഡോണ്ട് ഇന്ററപ്റ്റ് മീ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് നിങ്ങൾ ചോദിക്കൂലേ? ഞാനൊരു കാര്യം പറയട്ടെ. മേ ഐ സേ സംതിങ്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. മേ ഐ സേ സംതിങ്? ഇനി എന്നെ കുരങ്ങൻ എന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? അപ്പോ ഇത് നല്ല ദേഷ്യത്തിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഡാ കുരങ്ങ, ഡീ കുരുങ്ങി എന്നൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാ നിങ്ങൾ അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് എന്നെ കുരങ്ങൻ എന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കുക? ഹൗ ഡെയർ യു കോൾ മീ മങ്കി? ഹൗ ഡെയർ യു കോൾ മീ മങ്കി? ഹൗ ഡെയർ യു കോൾ മീ മങ്കി? എന്നെ കുരങ്ങൻ എന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഇനി അടുത്തത് താങ്കളുടെ സഹായത്തിന് നന്ദി. എങ്ങനെ പറയാം? നമ്മൾ താങ്ക്സ് പറയും. അതൊക്കെ കുറച്ചുകൂടെ ഒരു വേറെ രീതിയിൽ എങ്ങനെ പറയും? താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. ഇപ്പോൾ എല്ലാവരും സാധാരണ താങ്ക് യു, താങ്ക്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ് എന്ന് പറയാം. ഇനി നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്, അമ്മേ നീനു എൻ്റെ പെൻസിൽ ഒടിച്ചു, അല്ലെങ്കിൽ അമ്മേ അവൾ എൻ്റെ പെൻസിൽ ഒടിച്ചു, അല്ലെങ്കിൽ പേന ഒടിച്ചു, എൻ്റെ സ്കെയിൽ ഒടിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികൾ സ്ഥിരം പറയുന്ന വാക്കാണ്. എങ്ങനെ പറയാ അത്? മമ്മി നീനു ഹാസ് ബ്രോക്കൺ മൈ പെൻ. മമ്മി, ഇപ്പൊ പേര് വേറെ ആണെങ്കിൽ ആ പേര് അവിടെ വെച്ചിട്ട് മമ്മി ഷീ ഹാസ് ബ്രോക്കൺ മൈ പെൻ, അവൾ എൻ്റെ പേന ഒടിച്ചു അല്ലെങ്കിൽ പെൻസിൽ ഒടിച്ചു എന്ന് പറയാം. ഇവിടെ പെൻസിലാണ്, പേനയായാലും ഏതാണോ അത്. ഇനി അടുത്തത് സാരമില്ല നമുക്ക് വേറെ ഒന്ന് വാങ്ങിക്കാം. അപ്പൊ മമ്മി പറയാണ് സാരമില്ല നമുക്ക് വേറൊന്ന് വാങ്ങിക്കാം. ഈ സാരമില്ലക്ക് എന്താ പറയാ? സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുന്നതിന് നെവർ മൈൻഡ്. നെവർ മൈൻഡ്, സാരമില്ല നമുക്ക് വേറൊന്ന് വാങ്ങിക്കാം. ലെറ്റ്സ് ബൈ അനദർ. ലെറ്റ്സ് ബൈ അനദർ. സാരമില്ല നമുക്ക് വേറെ ഒന്ന് വാങ്ങിക്കാം. നെവർ മൈൻഡ്, ലെറ്റ്സ് ബൈ അനദർ. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഇനി അടുത്തത് അച്ഛ നമുക്ക് സൂവിൽ പോകാം. എങ്ങനെ പറയാ? അച്ഛൻ ചോദിക്കുകയാണ് നമുക്ക് ഇന്ന് എവിടെ പോവാം? അച്ഛ നമുക്ക് സൂവിൽ പോവാം, അല്ലെങ്കിൽ അച്ഛ നമുക്ക് ബീച്ചിൽ പോവാം എന്നൊക്കെ പറയുന്നതിന് എങ്ങനെ പറയാ? ഡാഡ് ലെറ്റ്സ് ഗോ ടു ദ സൂ. ഡാഡ് ലെറ്റ്സ് ഗോ ടു ദ സൂ. നമുക്ക് ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. എങ്ങനെയാ? സൂവിൽ പോകണമെങ്കിൽ സൂ ആവും, ബീച്ചിൽ പോകണമെങ്കിൽ ബീച്ച് ആവും, അങ്ങനെ. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിൾ സ്പീച്ചസ് എന്ന് പറയാം. ഈ നമുക്ക് ഈ ഗ്രാമർ ഒന്നും നോക്കാതെ കുറച്ച് അല്ലാതെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റും ഈ ഒരു കാര്യം ഓർത്ത് വെച്ചിരുന്നാൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ടെൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമർ കുറച്ചായിട്ട് നമുക്ക് നോക്കാം. അതിന് പുറമെ ഇതേപോലത്തെ കുറച്ച് സെന്റൻസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഏതെങ്കിലും ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ അതും കമൻ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ മാക്സിമം അത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഗ്രാമർ പഠിക്കാം. അപ്പോൾ ഇനി അതുവരെ ബായ്.